നമ്മളിൽ മിക്കവരും വിചാരിക്കുന്നത് കൂടുതൽ പണമുണ്ടാക്കാൻ കൂടുതൽ അധ്വാനിക്കുകയോ അല്ലെങ്കിൽ വലിയ ബിസിനസ് ബുദ്ധി ഉണ്ടാവുകയോ വേണമെന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ പണം സമ്പാദിക്കുക എന്നത് 20% അറിവും 80% നിങ്ങളുടെ പെരുമാറ്റവുമാണ്, ബിഹേവിയർ. ഇതിനെയാണ് വെൽത്ത് സൈക്കോളജി എന്ന് വിളിക്കുന്നത്. സമ്പന്നമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ നിങ്ങളുടെ ചിന്താഗതിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പണം വെറും ഒരു ഉപകരണമാണ്. മണി ആസ് എ ടൂൾ. പലരും പണത്തെ കാണുന്നത് സാധനങ്ങൾ വാങ്ങാനുള്ള ഒരു മാർഗമായിട്ടാണ്. എന്നാൽ സമ്പന്നരായവർ പണത്തെ കാണുന്നത് തങ്ങൾക്കായി പണിയെടുക്കുന്ന ഒരു തൊഴിലാളിയായിട്ടാണ്. നിങ്ങൾ 1,00,000 രൂപ ചിലവാക്കി ഒരു ഫോൺ വാങ്ങുമ്പോൾ ആ പണം അവിടെ അവസാനിക്കുന്നു. എന്നാൽ അതേ തുക ഒരു ബിസിനസ്സിലോ ഓഹരിയിലോ നിക്ഷേപിക്കുമ്പോൾ ആ പണം നിങ്ങൾക്ക് കൂടുതൽ പണം നേടിത്തരുന്നു. പണം ചിലവാക്കാനുള്ളതല്ല, മറിച്ച് വളർത്താനുള്ളതാണെന്ന ചിന്തയാണ് ആദ്യത്തെ ചുവടുവയ്പ്. രണ്ടാമത്തത്, അദൃശ്യമായ സമ്പത്താണ് യഥാർത്ഥ സമ്പത്ത്. നമ്മുടെ സമൂഹത്തിൽ ഒരാൾ വില കൂടിയ കാറോ സ്വർണമോ കാണിക്കുമ്പോഴാണ് അയാളെ പണക്കാരൻ എന്ന് വിളിക്കുന്നത്. എന്നാൽ മനഃശാസ്ത്രപരമായി പറഞ്ഞാൽ അത് പണം ചിലവാക്കിയതിൻ്റെ അടയാളം മാത്രമാണ്. യഥാർത്ഥ സമ്പത്ത് അഥവാ വെൽത്ത് എന്നത് പുറമേ കാണാത്ത ബാങ്ക് ബാലൻസും ഇൻവെസ്റ്റ്മെൻറ്റുകളുമാണ്. സമ്പന്നരാകാൻ ആഗ്രഹിക്കുന്നവർ പണം പ്രദർശിപ്പിക്കുന്നതിനേക്കാൾ അത് രഹസ്യമായി വളർത്തുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇനിയും വേണം എന്ന ചിന്തയെ നിയന്ത്രിക്കുക. മൂവിംഗ് ദ ഗോൾ പോസ്റ്റ്സ്. പലരും വരുമാനം കൂടുമ്പോൾ അതിനനുസരിച്ച് ജീവിതശൈലിയും വർദ്ധിപ്പിക്കും. ഇതിനെ ലൈഫ് സ്റ്റൈൽ ക്രീപ്പ് എന്ന് വിളിക്കുന്നു. എത്ര പണം ഉണ്ടാക്കിയാലും ഇത് മതി എന്ന് പറയാൻ കഴിയാത്തവർ ഒരിക്കലും സമ്പന്നരാകില്ല. നിങ്ങളുടെ ആവശ്യങ്ങൾ പരിമിതപ്പെടുത്തുകയും വരുമാനത്തിൻ്റെ വലിയൊരു ഭാഗം നിക്ഷേപിക്കുകയും ചെയ്യുക എന്നതാണ് സമ്പന്ന മനഃശാസ്ത്രത്തിൻ്റെ കാതൽ. 5. നിങ്ങളിൽ തന്നെ നിക്ഷേപിക്കുക. ഇൻവെസ്റ്റ് ഇൻ യുവർസെൽഫ്. ലോകത്തിലെ ഏറ്റവും വലിയ ആസ്തി നിങ്ങളുടെ അറിവാണ്. പുതിയ സ്കില്ലുകൾ പഠിക്കാനും ബിസിനസ് തന്ത്രങ്ങൾ മനസ്സിലാക്കാനും സമയം കണ്ടെത്തുക. സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് സ്വയം പഠിക്കുന്നത്, ഫൈനാൻഷ്യൽ ലിറ്ററസി, നിങ്ങളെ തെറ്റായ തീരുമാനങ്ങളിൽ നിന്ന് സംരക്ഷിക്കും. നിങ്ങൾ എത്രത്തോളം അറിവ് നേടുന്നുവോ അത്രത്തോളം നിങ്ങളുടെ സമ്പാദിക്കാനുള്ള കഴിവും വർദ്ധിക്കും. ചുരുക്കത്തിൽ, സമ്പന്നനാകുക എന്നത് ഒരു ലോട്ടറി അടിച്ചോ ഭാഗ്യം കൊണ്ടോ സംഭവിക്കുന്ന ഒന്നല്ല. അത് കൃത്യമായ അച്ചടക്കത്തിലൂടെയും പണത്തോടുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് മാറ്റുന്നതിലൂടെയും നേടിയെടുക്കാവുന്നതാണ്. ഇന്നത്തെ നിങ്ങളുടെ ചെറിയ സമ്പാദ്യശീലം നാളത്തെ വലിയൊരു സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള വാതിലാണ്.